ഈ 25,000 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഷോപ്പ് 4 നിലകളിലായിട്ടാണുള്ളത്. എത്ര രൂപയുടെ മിക്സി എടുത്താൽ 990 മിക്സി തൊട്ട് നമുക്ക് ഒരു കുക്കർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ വന്നാൽ രണ്ടുണ്ട് കാര്യം ഫർണിച്ചർ എടുക്കുകയും ചെയ്യാം, ഇലക്ട്രോണിക്സ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാം. പൊള്ളയമായ ഒരു വാഗ്ദാനങ്ങളും VK എൻ്റർപ്രൈസസ് നൽകാറില്ല. എന്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുമോ അത് മാത്രമേ ഞങ്ങൾ പറയൂ. ഹലോ ഹായ് നമസ്കാരം. മുറ്റത്തെ മുല്ലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിരിക്കുന്നത് കൊല്ലം ജില്ല കുണ്ട്ര മുക്കടയിലാണ്. എന്താണെന്ന് വെച്ചാൽ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഷോപ്പിനകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇത് 25,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വമ്പൻ ഷോപ്പിനകത്താണ് VK എൻ്റർപ്രൈസസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് മുറ്റത്തെ മുല്ലയിൽ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. നമ്മൾ ഷോപ്പിനകത്ത് ഓരോ സെക്ഷനായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാക്കിലിരിക്കുന്ന ഫുള്ള് TV ആണ്, LED TV ആണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര വലുതാണെന്നുള്ളത്. കാര്യം ഇത് 76 സംതിങ്ങോ 75 സംതിങ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുമ്പോൾ 36,000 രൂപയുള്ളൂ. കാര്യം അത് ഈ TVക്കെല്ലാം അത്രയും പ്രൈസ് മാത്രമേ ഉള്ളൂ, കുറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല VK എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ കുണ്ട്രയിൽ എവിടെ ചോദിച്ചാൽ, കൊല്ലം ജില്ല എവിടെ ചോദിച്ചാലും അറിയാൻ പറ്റും ഇത് എവിടെയാണെന്നുള്ളത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് കുണ്ട്രയിൽ. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൗതുകമാണ്. മുറ്റത്തെ മുല്ലയിൽ പല ഷോപ്പുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ 25,000 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഷോപ്പ് 4 നിലകളിലായിട്ടാണുള്ളത്. ഓരോ നിലകളും നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്രെൽബിൻസ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ സെറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. അത് മാത്രമല്ല 35,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 32 ഇഞ്ചിൻ്റെ TV, അത് ഏകദേശം ഒരു 30,000 23,000 TVകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ കൂടുതലുണ്ട്. ഇവിടെ സെയിൽസ്മാനുണ്ട്. അപ്പോൾ അത് പുള്ളിയോട് തന്നെ ചോദിച്ചിട്ട് എന്തൊക്കെ ഓഫറുണ്ട് അതൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സെയിൽസിലെ ആളെന്ന് പറയുന്നില്ല, ഒരു ചേട്ടൻ, ഷാനവാസ് ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത്? ഇപ്പോൾ 12 കൊല്ലമായി. 12 കൊല്ലമായി. കുറച്ച് മലയാളത്തിലെ ബുദ്ധിമുട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. കുഴപ്പമില്ല, ഞാനത് കുറച്ച് തർജ്ജമ ചെയ്ത് കൊടുത്തോളാം കേട്ടോ. ഈ ഫസ്റ്റ്, അതായത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഫ്രിഡ്ജുണ്ട്, ത്രെഡ്മില്ലുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിനൊക്കെ സോഫ സെറ്റി ഉണ്ട്, അലമാരയുണ്ട്. ഒരു കാര്യം വിടണ്ട, കയറുന്നിടത്ത് തന്നെ മൊബൈൽസ് ഉണ്ടല്ലേ? മൊബൈൽസ് ഉണ്ട്. ഇവിടെ ഞാനിവിടെ മൊബൈലിനൊക്കെ വില ചോദിച്ചു. ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്തപ്പോൾ ഉണ്ട് 1,500 തൊട്ട് 2,000 3,000 വരെ വിലക്കുറവാണ് ഇവിടെ മൊബൈൽസിന്. അതെന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഓഫർ ഇട്ടിരിക്കുക, ഇപ്പം ഓണം കൊണ്ട് ഓഫർ ഇട്ടിരിക്കുക. ഇത് പക്ഷേ മറ്റു ഷോപ്പുകളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമുണ്ട്. നമുക്ക് നല്ലപോലെ ഓഫർ ഇട്ടിരിക്കുക. നല്ലത് ഓഫർ ഇട്ടിരിക്കുക. ഫ്രിഡ്ജിനൊക്കെ എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? ഫ്രിഡ്ജ് നമുക്ക് 11 തൊട്ട് കൊടുക്കാൻ പറ്റും. അതും ഓഫർ ഉണ്ടോ? അത് കുറയ്ക്കോ? പിന്നെ അത് ഏകദേശം എത്ര രൂപ വരും? നമുക്ക് ഒരെണ്ണത്തിൻ്റെ വില കുറവ് ഞാൻ പറയാം, ബാക്കിയുള്ളത് നിങ്ങൾ VKയിൽ തന്നെ വരും. അപ്പോൾ എത്രയാണ് 11ൻ്റെ എത്രയാണ് കുറച്ച് കൊടുക്കുന്നത് ലാസ്റ്റ്? നമുക്കൊരു 9 രൂപ തൊട്ട് കൊടുക്കാൻ പറ്റും. 2,000, അതായത് 2,000 രൂപ വണ്ടിക്കൂലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മൾ കണ്ടു. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ്. ഞാൻ കയറിയപ്പോൾ തന്നെ ഒണിയുടെ വലിയൊരു TV, എത്ര ഇഞ്ചാണ് സ്റ്റാർട്ട്? 55 ഇഞ്ച്. 55-ന് 36,000 രൂപയുള്ള. കാര്യം 76 സംതിങ് ഉള്ള TV ആണ്, 36,000 രൂപയുള്ള അതിൻ്റെ വില. ബാക്കിയുള്ള TVകൾക്കെല്ലാം ഓഫേഴ്സാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, അവിടെയൊക്കെ കുറേ വിശേഷങ്ങളുടെ മേളിലേക്ക് പോകാം. ഓക്കെ. ചേട്ടാ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കിയപ്പോൾ ക്രോക്കറി ഐറ്റങ്ങളുണ്ട്. ഇവിടെ അതിനെല്ലാം ഓഫറാണ്. 3,000 രൂപയുടെ
പ്ലേറ്റ് സെറ്റായിട്ടുള്ളത് 2200 രൂപയാണ് ഇപ്പോൾ ഷാനാസ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. വേറെ എന്തോ ഓഫറുള്ളത് ഇവിടെ? വേറെ ഇപ്പോൾ കുക്കർ എടുക്കുവാണെങ്കിൽ മറ്റേ മിക്സിയൊക്കെ എടുക്കുവാണെങ്കിൽ കുക്കർ ഫ്രീ ഉണ്ട്. എത്ര രൂപയുടെ മിക്സി എടുത്താൽ 990 മിക്സി തൊട്ട് നമുക്ക് ഒരു കുക്കർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും? അതൊക്കെ ഭയങ്കര ഓഫറാണ്. വേറെ എന്തെങ്കിലും സെറ്റായിട്ട് ഓഫർ എന്തെങ്കിലും ഉണ്ടോ? മൊത്തം സെറ്റായിട്ടുള്ള എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ കൂടെ ഗിഫ്റ്റ് സെറ്റൊക്കെ ഫുള്ളായിട്ട് ഓഫറുണ്ട്. ഇവിടെ നോക്കിയപ്പം ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ പറഞ്ഞല്ലോ, നിങ്ങൾ കയറണം കേട്ടോ. കാര്യം അത്ര ഗംഭീരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. കാര്യം 20 വർഷത്തെ പ്രയത്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഫുള്ള് കാണുന്നത് എനിക്ക് അയൺ ബോക്സ് ഉണ്ട്, ഓവൻ ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, അതിന് ക്രോക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്, ടെലഫോൺ ലാൻഡ് ഫോൺ ഉണ്ട്, അതിനൊക്കെ പ്ലേറ്റ്സ്. ലാൻഡ് ഫോൺ ഉണ്ടോ? അതൊന്ന് കണ്ടാലോ? കാണാം നമുക്ക്. ലാൻഡ് ഫോൺ കുറേ നാളായി കണ്ടിട്ട്, നോക്കാം. അപ്പോൾ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് B11, ഏതാണ്ട് പേരാണോ? B11 എന്ന് പറഞ്ഞ ഫോണാണല്ലേ. കുറേ വർഷമായി കണ്ടിട്ടുണ്ട് ലാൻഡ് ഫോൺ. അതുകൊണ്ട് എനിക്ക് അതിശയം തന്നെയാണ്. കാര്യം ഇപ്പോൾ എല്ലാം മൊബൈൽസ് ആയതുകൊണ്ട്, എല്ലായിടത്തും മൊബൈൽസ് ആയതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ കോയിനിട്ട് വിളിക്കാനുള്ള സംവിധാനമില്ല. പണ്ടൊക്കെ ഒത്തിരി വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ അതിശയിപ്പിച്ചാണ്. നിങ്ങൾക്ക് അതിശയമാണോ ഇല്ലെന്ന് നിങ്ങൾ കാണുക, കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. കാര്യം കിച്ചൺ സെറ്റ് ചെയ്യുന്നത് അല്ലേ, കിച്ചൺ സെറ്റ് ചെയ്യുന്നത് ചിമ്മിനിയും ഹോബും ഉണ്ട്. ചിമ്മിനിയുണ്ടല്ലേ? ചിമ്മിനിയുണ്ട്. ഇത് പുക പോകുന്നതാണോ? ഇത് പക്ഷെ പുറത്തേക്ക് പോകത്തില്ല, അധികം പോകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇല്ല, ബുദ്ധിമുട്ടാവുന്നതല്ല. റൂം സ്പേസിൽ ബുദ്ധിമുട്ടാവുന്നതല്ല. എലീക്ക ഉണ്ട്, കുക്കറുണ്ട്, ഫേബറുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നതിന് എത്രയാണ് മൊത്തത്തിൽ വരുന്നത്? 32,900. അത് ചിമ്മിനിയുടെ മാത്രമല്ല, പിന്നെ ഓഫറുണ്ട് ഇതിന്. മാക്സിമം ഈ സെറ്റ് ചെയ്യുന്ന ഫ്രീ ആണോ അതോ അവർ പേയ്മെന്റ് കൊടുക്കണോ? ചെറിയൊരു പേയ്മെന്റ് വരും. അത് കമ്പനി അനുസരിച്ച് പേയ്മെന്റ് വരും. അത് നമ്മൾ തന്നെ ഇതാക്കി തരും. ചേട്ടാ, ഇത് എലിക്കട അല്ലേ? ഇത് എത്രയാണ് വരുന്നത്? ഇതാകുമ്പോൾ നമുക്ക് 16,990 സ്റ്റാർട്ടിങ്. എത്രയാണ് സ്റ്റാർട്ടിങ്? പിന്നെ എൻഡ് ചെയ്യുന്നത് 32,990. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഡൈനിങ് സെക്ഷനാണ്. അവിടെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ചേട്ടാ, ഇത് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. ഇമ്പോർട്ടഡ് എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 3 എണ്ണം ഉണ്ട്. ഇമ്പോർട്ടഡ് 3 എണ്ണം ഉണ്ട്. 3 മോഡലുണ്ടല്ലേ? എല്ലാം മാർബിളാണ് അവിടെ ഉണ്ട് അല്ലേ? 3-4 ടൈപ്പ് കിടപ്പുണ്ട്. പക്ഷെ വില പറയുന്നില്ല. വില അറിയണേ എവിടെ വരണം? നമുക്ക് VK കടയിൽ വരണം. കുണ്ട്രയിൽ VKയിൽ തന്നെ വന്നാലേ വില പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ അഫോർഡബിൾ ആയിരുന്ന വില തന്നെയാണ്. പക്ഷേ ഇത് കൊടുത്തിരിക്കുന്ന വിലയും വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യല്ലേ? ഉറപ്പായിട്ടും നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഉറപ്പായിട്ടും കൊടുക്കും അല്ലേ? ഇപ്പം വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ കൊല്ലത്ത് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് VK എൻ്റർപ്രൈസസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇത്രയും സ്പേസസ് ഉള്ളൊരു ഷോപ്പാണെന്ന് വെളിയിൽ നോക്കിയാൽ അറിയില്ല. കാര്യം അടുത്തടുത്ത് ഹോട്ടൽസ് അങ്ങനെയുള്ള ചെറിയ കൺജസ്റ്റഡ് ആണ്. പക്ഷെ അകത്ത് കയറിയപ്പോൾ രക്ഷയില്ല കേട്ടോ. എൻ്റെ ഉപ്പാട് വന്നു. കാര്യം ഇനി 2 ഫ്ലോറൂടെ കയറാറുണ്ട്. 2 ഫ്ലോർ കയറിയപ്പോഴേ നമ്മുടെ ബീച്ചേട്ടന് കുഴഞ്ഞു എന്നുള്ളതാണ്. കാര്യം അത്രമാത്രം കാണാനുണ്ട്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല ഈ ഒരു എപ്പിസോഡ്. പിന്നെ നമുക്ക് മേളിലേക്ക് പോയാലോ? ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലോട്ടൊക്കെ കിടക്കുന്ന സ്റ്റാർട്ടിങ് എത്രയാണ് വരുന്നത്? എൻ്റെ അല്ല, ഡൈനിങ് സ്റ്റാർട്ടിങ് എത്രയാണ് വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്ക് 12 തൊട്ടുണ്ട്. 12. അത് ഡിസ്കൗണ്ട് വരും. ഡിസ്കൗണ്ട് എത്ര പൈസ ഇട്ടാലും ഇപ്പം 6,000 രൂപയുടെ സാധനം ഇവിടെ ഇട്ടാലും അതിന് ഡിസ്കൗണ്ട് കിട്ടും ഇവിടുന്ന് കൊടുക്കുള്ളൂ അല്ലേ? അതാണ് VK എൻ്റർപ്രൈസസ്. അപ്പോൾ എന്താ പറയണ്ടത്, 2000 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയത് ഇപ്പോൾ 25,000 സ്ക്വയർ ഫീറ്റ് ആക്കി എടുത്ത ഒരു വ്യക്തി എന്നോടൊപ്പം ഉണ്ട്, ഇതിൻ്റെ ഓണർ. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, കൗതുകരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് നേരിൽ തന്നെ ചോദിക്കാം. ഇതിൻ്റെ MD ആയിട്ടുള്ള രാജശേഖരൻ പിള്ള സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാറിനോട് ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു സാർ. എന്നോട് ബിഹൈൻഡ് ദ ക്യാമറയിൽ കുറച്ച് കാര്യങ്ങൾ ഫണ്ണിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് വെറുതെ ഇരിക്കാൻ വയ്യ, വെറുതെ ഇരുന്നാൽ വയസ്സായി പോകും എന്ന് പറഞ്ഞ്. അത് അങ്ങനെ കൗതുകമായിട്ട് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. പറയൂ സാർ. ഇത് തുടങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ
വെറുതെ ഇരുന്നാൽ പെട്ടെന്ന് വയസ്സാകും. അപ്പോൾ ഞാൻ പലരിടത്തും തമാശയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ വീട്ടിലെ മാവിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞേനെന്ന്. അപ്പോൾ അത് ഒഴിവാക്കണം. വെറുതെ ഇരുന്ന വീടിൻ്റെ മാവിൻ്റെ എണ്ണം കുറഞ്ഞേനെന്ന്. അതിൻ്റെ അർത്ഥം പലർക്കും മനസ്സിലാക്കുന്നത് ശരി. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ, കൂടത്തേ ഉള്ളൂ മാവിൻ്റെ എണ്ണം. ഇത് തുടങ്ങിയത് എനിക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് നന്നായി കൂടെ ഒരു എൻഗേജ്മെൻറ്റ് വേണം. എപ്പോഴും ഞാൻ ആക്റ്റീവായിട്ടിരിക്കണം. ഞാൻ സർവീസ് ചെയ്തപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു. ആ ഉദ്ദേശിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. വലിയ നിലയിൽ ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ കയ്യിൽ നിന്ന് കാശ് പോകാൻ നോക്കണം, ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെയാണ് 25 സഹപ്രവർത്തകർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യം നടന്നു പോകുന്നു. എനിക്ക് നഷ്ടമില്ലാതെ ഓടിച്ചുകൊണ്ട് പോകണം, ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുമാതിരി നല്ല നിലയിൽ തന്നെ ഇത് പോകുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല ഒരു ഷോറൂം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണമാണ് കിട്ടുന്നത്. പിന്നെ പൊള്ളമായ ഒരു വാഗ്ദാനങ്ങളും VK എൻ്റർപ്രൈസസ് നൽകാറില്ല. എന്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുമോ അത് മാത്രമേ ഞങ്ങൾ പറയൂ. പിന്നെ ഞങ്ങളുടെ ബിസിനസ് ഒരു പ്രത്യേക രീതിയിലാണ്. ഞങ്ങൾ ഒരാൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അതൊരു ശല്യം വരത്തക്ക രീതിയിൽ അവരെ നിരന്തരം വിളിക്കാറില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും വിളിച്ച് സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു ശല്യം എന്നുള്ള നിലയിൽ കൂടെ നമ്മൾ പ്രവർത്തിക്കത്തില്ല. പിന്നെ എന്ത് അവർക്ക് കൊടുക്കാൻ കഴിയും അത് മാത്രം നമ്മൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും. ഞങ്ങളുടെ ബിസിനസ് ഒരു പ്രത്യേക നിലയിൽ കൂടെയാണ്. 100% GST ബില്ല് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഒരു പൈസയുടെ ടാക്സ് ഒഴിവാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല. ഈവൻ 5 രൂപയുടെ ഒരു ബാറ്ററി വാങ്ങിച്ചാൽ പോലും അതിന് ഞങ്ങൾ ബില്ല് കൊടുക്കും. ആ നിലയിൽ കൂടെയാണ് ഞങ്ങളുടെ ബിസിനസ് പോകുന്നത്. അപ്പം സ്വസ്ഥമായി ഉറങ്ങണം, ആ ഒരു ഉദ്ദേശം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് GST ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ, GST കൊടുത്തു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. സാറ് പറഞ്ഞ സത്യം തന്നെയാണ്. കാര്യം ഇത്രയും വലിയൊരു സ്ഥാപനം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സാറ് പറഞ്ഞത്. സാർ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം സാറ് തന്നെ പറഞ്ഞൊരു ഫണ്ണിയാണ്, ബിസിനസ്സുമായിട്ടൊരു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സാറ് തന്നെ പറഞ്ഞു വയസ്സ് തോന്നിക്കും, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയെന്ന്. വയസ്സ് പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? എനിക്ക് 74 വയസ്സ് കഴിഞ്ഞു. 25ാമത്തെ വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും ചെറുപ്പമെന്ന് വിശ്വസിക്കുന്നു. ചെറുപ്പമെന്ന് വിശ്വസിക്കില്ല, ചെറുപ്പം തന്നെ കേട്ടോ. ഒരു 60 വയസ്സേ പറയുള്ളൂ, 59-60 വയസ്സേ പറയുള്ളൂ സാറിനെ കണ്ടാൽ. ഇത് നമ്മൾ ചുമ്മാ ചാറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. സാർ നമ്മുടെ പ്രേക്ഷകരോട്, വിസ്മയ ന്യൂസിലെ പ്രേക്ഷകരോട് സാറിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പം ഈ പത്രങ്ങളിൽ കാണുന്ന അസത്യങ്ങളുള്ള പരസ്യത്തിൽ പോകാതെ ശരിയായ ഒരു അന്വേഷണം നടത്തുക. ഓൺലൈനിൽ നിങ്ങൾ പലരും ധാരാളം സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും. നിങ്ങൾ പലരും ഒരുപക്ഷെ ചിന്തിക്കുന്നില്ല ഈ സാധനത്ത് നമ്മുടെ പരിസരത്തുള്ള ഷോപ്പുകളിൽ എന്ത് വില വരുമെന്ന്. ഇപ്പോൾ ഞങ്ങളൊരു സ്റ്റഡി നടത്തിയെന്ന് ഓൺലൈനിൽ ഒരു 50-60% സാധനങ്ങൾക്കും അടുത്ത ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും വില കൂടുതലാണ്. ഇതെന്താണെന്ന് ചിന്തിക്കാതെയാണ് വെറുതെ ഒരു തമാശയ്ക്ക് മൊബൈൽ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ആ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സാധനം വാങ്ങുന്നതിന് മുമ്പ് ആ ഷോപ്പിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് അവിടുത്തെ വില സ്വീകാര്യമാണെങ്കിൽ, അത് മറ്റുള്ള ഓൺലൈനേക്കാളോ മറ്റടുത്ത ഷോപ്പിലേക്കാളോ കുറവാണെങ്കിൽ ഏറ്റവും കുറച്ച് എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് നിങ്ങൾ സാധനം വാങ്ങുക. വില കുറച്ച സാധനം മാത്രമായിരിക്കരുത്, ആ കിട്ടുന്നത് ക്വാളിറ്റി സാധനമാണെന്ന് ഉറപ്പ് വരുത്തണം. ഉദാഹരണത്തിന് ഇപ്പോൾ പല സാധനങ്ങളും ഒരേ കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അലമാരകൾ തന്നെയാണെങ്കിൽ അതിൻ്റെ ബോർഡുണ്ട്, ആ ബോർഡ് തന്നെയാണെങ്കിൽ ഏറ്റവും വളരെ വില കുറഞ്ഞുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. വല്ല വില കുറഞ്ഞ ബോർഡ് വാങ്ങുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ സാധനങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ, അതും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി നടത്തുന്ന ഷോപ്പുകളിൽ നിന്ന് മാത്രം വാങ്ങുക. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ ഓണമായിട്ട് ഒരു ചെറിയ വിഷും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഓണമായിട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ സ്ഥാപനമായ VK എൻ്റർപ്രൈസസിൻ്റെയും ഇവിടെ വർക്ക് ചെയ്യുന്ന 25 സഹോദരങ്ങളുടെയും ഓണാശംസകൾ. അപ്പോൾ ഞാനേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പ്രേക്ഷകരോടാണ്. കാരണം ഞാൻ വെളിയിൽ നിന്ന് വന്നപ്പോൾ അകത്ത് ഫുള്ള് വെച്ചിരിക്കുന്നത്, നമ്മൾ ഈ വലിയ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഷാമിയാന കിട്ടുമല്ലോ, അതുപോലൊക്കെ ഇവിടെ ഒരുക്കി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഫുള്ള് സോഫ, കോർണർ സോഫാസ് ആണുള്ളത് അല്ലേ. ഇപ്പം ഞാനിരിക്കുന്ന ആനക്കൊമ്പുള്ള സോഫയിലാണ്, കോർണർ സോഫയിലാണ് ഇരിക്കുന്നത്. ആനക്കൊമ്പ് എന്നുള്ള ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ഈ കോർണർ സോഫയിലൊരു പ്രത്യേക ഓഫർ ഉണ്ടല്ലോ, അതെ അന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? 27,990 നമ്മളൊരു സെറ്റ് എടുക്കുവാണെങ്കിൽ
32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി 23,990 32 ഫ്രീ ആയിട്ട്. അതായത് 27,990 സാധനം എടുത്താൽ നമുക്ക് 23,990 ഒരു ടി വിയും കൂടെ കൊണ്ട് വീട്ടിലേക്ക് പോകും. അപ്പം രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നല്ലോ അല്ലേ? ഇവിടെ വന്നാൽ രണ്ടുണ്ട് കാര്യം ഫർണിച്ചർ എടുക്കുകയും ചെയ്യാം, ഇലക്ട്രോണിക്സ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാം. അത് മാത്രമല്ല 35,000 രൂപയ്ക്ക് ഈ നമുക്ക് ഈ ഫർണിച്ചർ എടുക്കുകയാണെങ്കിലോ എടുക്കുവാണെങ്കിൽ നമുക്കൊരു 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി സെയിം 23,990 സ്മാർട്ട് ടി വി ഫ്രീ ആയിട്ട് കിട്ടും. അതും ടി വി ആയിട്ട് കിട്ടും. നമുക്കിപ്പം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സ്മാർട്ട് ടി വി ഉണ്ട്, LED TV എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ റൂമിലൂടെ വെക്കാതെ വെക്കുമ്പോൾ അല്ലേ? ഇപ്പം ഈ നമ്മുടെ പ്രേക്ഷകരോട് ഇപ്പം ഇത്രയും കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഡിസ്പ്ലേ ന്യൂസിലെ പ്രേക്ഷകരോട് ഉറപ്പായിട്ട് വരണം, ഉറപ്പായിട്ട് വന്ന് ഇത് ഓഫേഴ്സൊക്കെ വാങ്ങിക്കണം. നല്ല ഓഫേഴ്സ് ആയിട്ടിരിക്കുന്നത്. എല്ലാവരും വീട് നിറച്ച് സാധനം കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ VK എൻ്റർപ്രൈസസ്. നമ്മുടെ മുക്കടയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന വിസ്മയ ന്യൂസിലെ പ്രേക്ഷകർ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഈ ഓണം നിങ്ങൾക്ക് പൊന്നോണമാക്കാം നമ്മുടെ ഈ ഒരു VK എൻ്റർപ്രൈസസിലൂടെ. അപ്പോൾ ആനക്കൊമ്പ് എന്തോ എന്നുള്ളത് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും കോർണർ സെറ്റിലല്ലേ? ഇതാണ് ആനക്കൊമ്പ് എന്ന് പറയുന്നത്. സാധനം സൂപ്പറാണ്. ഈ പറയുന്ന ഫുള്ള് തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ചേട്ടൻ സൂപ്പറാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സാധനം സൂപ്പറാട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ, അണ്ടർഗ്രൗണ്ടിൽ. ഇപ്പോൾ ഇവിടെ ബെഡുകളാണ് കൂടുതലും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ ബാക്ക് എന്ന് പറഞ്ഞൊരു ബെഡിനകത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർത്തോ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഓർത്തോ സംബന്ധമായിട്ട് പ്രശ്നമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡാണല്ലോ. അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാം, വിശദീകരിച്ചു കൊടുക്കാം. ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. ഡോക്ടേഴ്സൊക്കെ ഒരുപാട് ബാക്ക് ബോണിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് നല്ലത്. സംഭവം നല്ല സുഖമുണ്ട് കേട്ടോ. ഈ കവർണാത്തിരുന്ന് നല്ല സുഖമുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല സുഖമുണ്ട്. കാര്യം ഇതിൻ്റെ സ്പ്രിങ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ സ്പ്രിങ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓർത്തോ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമല്ലേ. സാധാ ബെഡുകളിൽ ഡോക്ടർ ബാക്കിൻ്റെ വേറെ സാധാ ബെഡും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് സ്പ്രിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായുണ്ട് അല്ലേ. കിടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. ഈ പറഞ്ഞ പോലെ ബാക്ക് ബോണിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കൂടെയാണ്. ഇനി വേറെ ഏതാ? ഡ്യൂറോഫ്ലെക്സ് ഉണ്ടല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പുറത്ത് വന്നില്ലേ, ഇവിടെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാര്യം ഓരോന്ന് ഒരുക്കിയിരിക്കുന്നത്. കാര്യം അതുപോലെ കർട്ടൻസ് ആരെങ്കിലും സമ്മതിക്കണം ആ കർട്ടൻ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം കർട്ടൻ. ഈ കർട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ ഡാൻസേഴ്സ് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, പക്ഷെ ഇത് ഒരുക്കിയിരിക്കുന്ന ആരായാലും നല്ല രസമുണ്ട്. കാര്യം ഇതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഈ ബെഡ് ഇട്ടിരിക്കുന്നപ്പോൾ വരുന്നൊരു കസ്റ്റമർക്ക് പെട്ടെന്ന് അട്രാക്ഷൻ ഉണ്ടാകും. കാര്യം കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരെണ്ണം എടുക്കാം, ഏതെങ്കിലും ഒരു ബെഡ് എടുക്കാം, അല്ലെങ്കിൽ സെറ്റോടുകൂടി എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഇതൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. കാര്യം ഇത് അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ കയറിയപ്പോൾ അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ VK എൻ്റർപ്രൈസസിൽ വരിക. ഈ ഓണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അടിച്ചു പൊളിക്കുക. ചേട്ടാ വേറൊരു കാര്യമുണ്ട് ഇവിടെ. അത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, പുറത്തുനിന്ന് അറിഞ്ഞാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് പന്നലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ TV കേടായാലോ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ ആയിട്ട്
ഇത് റെഡിയാക്കുന്നവരെ അത് കൊടുക്കും എന്നുള്ളത്, അത് എന്താണ് അതിൻ്റെ കാര്യം? ആണ് അത് റെഡിയാക്കി സർവീസിന് റെഡിയാക്കി വരുന്ന മുമ്പ് നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരെണ്ണം കൊടുക്കുമല്ലേ? തീർച്ചയായിട്ടും സ്റ്റാൻഡ് ബൈ വരെ ഉണ്ട്. കാര്യം ഫ്രിഡ്ജ് കംപ്ലൈൻറ്റ് ആയാലോ ഇലക്ട്രോണിക്സ് ഐറ്റത്തിന് മാത്രമേ ഉള്ളൂ, ഹോം അപ്ലയൻസസിന് മാത്രമേ ഉള്ളത്. ടിവിയും ഫ്രിഡ്ജും മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് തൽക്കാലം TV കാണാനോ അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം തണുപ്പുകൊണ്ട് ആഹാരം കഴിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ റെഡിയാക്കുക. അപ്പോൾ ഈ ഒരു മുറ്റത്തുമുല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു മുറ്റത്തുമുല്ലയായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് അനീഷ് ഖാൻ ആൻഡ് ഷാജഹാൻ.